വിഷു സ്പെഷ്യലായിട്ട് തേങ്ങയൊന്നും അരക്കാതെ കുക്കറിൽ ഒരു അടിപൊളി സാമ്പാർ റെഡിയാക്കി എടുത്താലോ. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേന, ബീൻസ്, വഴുതനങ്ങ, മത്തന്, അതുപോലെ പച്ചക്കായ, ക്യാരറ്റ്, മുരിങ്ങക്കായ, വെണ്ടക്ക, അതുപോലെ തന്നെ പിന്നെ ചെറിയുള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിക്ക് വരെ സവാള എടുക്കാം, പക്ഷേ ചെറിയുള്ളി ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഈ ഒരു വെണ്ടക്ക ഉണ്ടല്ലോ അതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് കുക്കറിലാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ അത് ആദ്യം തന്നെ വഴറ്റിയെടുത്താൽ വേറൊരു പാത്രം എടുത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പാത്രം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ വഴുവഴുപ്പ് പോയിട്ടുണ്ടോയെന്ന്. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ അതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഈ ഒരു കുക്കറിൽ തന്നെ 1/4 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകിയതിന് ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 കപ്പ് മതിയേ. അത് അതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം വേണം കേട്ടോ ഓപ്പൺ ചെയ്യാനായിട്ട്. സാമ്പാർ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മുരിങ്ങാക്കായും വെണ്ടയ്ക്ക അല്ലാത്തതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 എണ്ണം പിന്നെ 1ൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആദ്യം 1/2 ടീസ്പൂണല്ലേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ വെജിറ്റബിൾസ് കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ സാമ്പാർ പൗഡർ 3 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളത്തിലല്ല, കുറച്ച് വെള്ളത്തിലൊന്ന് തിക്കായിട്ടൊന്ന് കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുരിങ്ങാക്കായും അതുപോലെ ഒരു തക്കാളി വലിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് ഒന്ന് കുക്കായിട്ട് വരണം. വെണ്ടക്കയും മുരിങ്ങക്കായ്ക്കും വല്ലാണ്ട് വേവില്ല, വെണ്ടക്ക ആദ്യം തന്നെ വഴറ്റി വെച്ചതുമാണ്. അപ്പോൾ ആ ഒരു മുരിങ്ങക്കായ ഒന്ന് വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയ പീസ് ശർക്കര കൂടെ ചേർത്ത പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചിലപ്പോൾ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില ഒരു 2-3 തണ്ടൊക്കെ എടുത്തോളൂ കേട്ടോ. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു വെളിച്ചെണ്ണ അപ്പോൾ നല്ല ചൂടുണ്ടാവും. എന്നിട്ട് അത് ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്ക് ഈ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇത് എങ്ങനെ ഫസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് അത് ചേർത്തപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ നെയ്യ് ചേർക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേർത്ത് കൊടുത്ത് നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്